ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ஆனா ഇതൊക്കെ கொஞ்ச കാലം மட்டும்தான். அதுக்கப்புறம் എല്ലാവർക്കും എല്ലാമേ தெரியும். ഇനി ഇത്തരം വിശ്വാസങ്ങളൊക്കെ നീ ഏതെങ്കിലും കുപ്പിയിൽ അടച്ചുകൊണ്ട് വെച്ചാ മതി. അല്ല, ഇപ്പൊ ജീവനെ എതിർക്കാനൊന്നും നീ പോകാറില്ലേ? സുജാതമ്മയ്ക്കും നിത്യയ്ക്കും വേണ്ടി ഉയിര് കൊടുക്കുന്ന ആളല്ലേ നീ? ഇപ്പൊ നീ അങ്ങോട്ടൊന്ന് ചെന്ന് നോക്ക്. കൊന്ന് കത്തിക്കും നിന്നെ ആ JR. எனக்கതൊന്നും ഒരു പ്രശ്നം ഇല്ലമ്മ. இங்க இருந்து சாப்பிட்ட சாப்பாடு தான் என்னோட உடம்பு. சுஜாதா அம்மா விளம்பிய சோறு தான் இவ்வளவு காலம் நான் சாப்பிட்டேன். அதனோட நன்றி எனக்கு இருக்கும். உயிர் போன வரைக்கும் இருக்கும். എന്താ വേലക്കാരൻ ശരവണന്റെ ഒരു ശൗര്യം? അവനെപ്പോഴും അങ്ങനെയല്ലേ. വിപിൻ വാ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അത് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ. ഹലോ അങ്കിൾ. ഹലോ വിപിൻ. ഇവിടെ വീട്ടുകാരാരുമില്ലേ അങ്കിളെ? സുജാത മുറിയിലുണ്ട്. ഓ, ജെയറിന്റെ ഫ്രണ്ട്സ് വന്നുകൊണ്ടേയിരിക്കുക. JR വന്നിറങ്ങിയപ്പോ കണ്ട് പകർത്താനും പഠിക്കാനും പറ്റിയ ഒരാളെന്നാ അയാളെ കുറിച്ച് ഞങ്ങൾ കരുതിയത്. അത് കഴിഞ്ഞ അങ്കിളിന്റെ വരവും JRന്റെ ഓഫീസിൽ ജോയിൻ ചെയ്യലും. ഞാൻ വീണയോട് പറയായിരുന്നു, പ്രാക്ടിക്കൽ സെൻസ് രഘുവങ്കളിനെ കണ്ട് തന്നെ പഠിക്കണം. യു ആർ ഗ്രേറ്റ് അങ്കിൾ. ഈ ചില നേരത്ത് നമുക്ക് ചില മാറ്റങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അത് കാലം ഡിമാൻഡ് ചെയ്യുന്നല്ലേ. അങ്കിളെ, ഞാനൊന്ന് ആന്റിയെ കണ്ടിട്ട് വരാം. ചെല്ലേ. വാ വിപിൻ, അങ്ങോട്ടേക്ക്. ശരി അങ്കിൾ. ഹായ് സുജാത ആന്റി. ഞങ്ങള് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്നതാ. JRന്റെ. എന്ത് പറ്റി സുജാത ആന്റി? മുഖത്ത് ഒരു ഉത്സാഹം ഇല്ലല്ലോ. മോന്റെ ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ? വീണ ആഘോഷങ്ങൾക്ക് വന്നതാണെങ്കിൽ അതിൽ പങ്കെടുക്കൂ. നമുക്ക് തമ്മിൽ സംസാരിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് സംസാരിക്കാനൊന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളെ ഈ കണ്ടീഷനിൽ ഒന്ന് കാണുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ കയറി വന്ന്. സത്യത്തില് നിങ്ങൾ മാത്രം പോരായിരുന്നു. അമ്മയെ കെട്ടിപ്പിടിച്ച് മോങ്ങാനേ നിങ്ങളുടെ നിത്യ കൂടി വേണമായിരുന്നു ഇവിടെ. ഞാനും എന്റെ മോളും ഇപ്പൊ കുറച്ച് അപകടത്തിലാണ് നിൽക്കുന്നത്. അതിന്റെ അർത്ഥം വീണയ്ക്ക് എന്റെ മുന്നിൽ വന്നു നിന്ന് എന്തും പറയാമെന്നല്ല. മറ്റു പലരും മാറിയതുകൊണ്ട് ഒരിക്കലും സുജാതയെ നിത്യം മാറുമെന്ന് നീ കരുതണ്ട.